പ്രധാന വാർത്ത ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. അല്പസമയം മുമ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്ത വിവരം നമുക്ക് ലഭിച്ചത്. 89 വയസ്സായിരുന്നു. 13 വർഷമായി മാർപ്പാപ്പയായി തുടരുകയായിരുന്നു. ന്യൂമോണിയ ബാധയിൽ നിന്ന് മുക്തനായതിന് പിന്നാലെയാണ് യോഗം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യ മാർപ്പാപ്പയാണ്. ലളിത ജീവിതം കൊണ്ട് മാതൃക സൃഷ്ടിച്ച മാർപ്പാപ്പ കൂടിയാണ്. വത്തിക്കാൻ കൊട്ടാരം പോലും ലഭിച്ചൊരു സാഹചര്യത്തിലും അതിൽ നിന്നും വിട്ടുമാറി നിന്നായിരുന്നു താമസം. യുദ്ധ ഇരകൾക്കായി വലിയ രീതിയിൽ പിന്തുണ പ്രഖ്യാപിച്ച ഇടയൻ കൂടിയാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജിപ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആഡംബരങ്ങളും സമ്പത്തുകളും എല്ലാം ഉപേക്ഷിച്ച് ജീവിതപ്രകാശം, വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസിസിയിലെ ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിനുശേഷം കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമാണ് ഇപ്പോൾ കാലം ചെയ്തിരിക്കുന്നത്. ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പ കൂടിയായിരുന്നു. 731-741 കാലഘട്ടത്തിലെ സിറിയയിൽ നിന്നുള്ള ഗ്രിഗറി മൂന്നാമന് ശേഷം യൂറോപ്പിന് പുറത്ത് നിന്നുള്ള മാർപ്പാപ്പയും അദ്ദേഹമാണ്. ജോൺ ലോറൻസ് ഉണ്ട് വിവരങ്ങളുമായി. ലോറൻസ് പറയൂ. കാളിദാസൻ, അതായത് കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയും പരിശുദ്ധ ശ്രീ പത്രോസിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന ആളുമായ പോപ്പ് ഫ്രാൻസിസ് ഇപ്പോൾ കാലം ചെയ്തിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ വലിയ നിർണായകമായ സംഭാവനകൾ നൽകിയ ആൾ എന്ന നിലയിലായിരിക്കും അദ്ദേഹം അറിയപ്പെടുക. സഭയുടെ ചരിത്രത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധി തന്നെ വലിയ തോതിൽ ലോകശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. അദ്ദേഹം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ യൂറോപ്പിന് പുറത്തു നിന്ന് മാർപ്പാപ്പയാകുന്ന ആദ്യത്തെ ആളാണ്. അത് മാത്രമല്ല ലത്തീൻ അമേരിക്കയിൽ നിന്ന് പോപ്പാകുന്ന ആദ്യത്തെ ആളാണ്. പോപ്പ് റാറ്റ്സിംഗറിൻ്റെ, അതായത് ബെനഡിക്ട് 16 പിൻഗാമിയായാണ് അദ്ദേഹം മാർപ്പാപ്പ പദവിയിൽ അവരോധിതനാകുന്നത്. 2013 മാർച്ച് 13 അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പൂർവാശ്രമത്തിൽ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്, അദ്ദേഹം ഒരിക്കൽ പോപ്പ് സ്ഥാനത്തേക്ക് മത്സരിച്ച് രണ്ടാമതായി എത്തിയതിനു ശേഷം, അല്ലെങ്കിൽ റണ്ണറപ്പ് ആയതിനു ശേഷം ഫ്രാൻസിസ് ബെനഡിക്ട് 16 മത്സരത്തിൽ അദ്ദേഹം രണ്ടാമതായി എത്തുകയും മാർപ്പാപ്പ പദവിയിൽ, അല്ലെങ്കിൽ അദ്ദേഹം കർദിനാൾമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹം അന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുകയുമായിരുന്നു. പക്ഷേ 2013 നടന്ന തെരഞ്ഞെടുപ്പിൽ 5ാമത്തെ വോട്ടെടുപ്പിൽ അദ്ദേഹം വീണ്ടും കത്തോലിക്ക സഭയുടെ അധിപനായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് തന്നെ വലിയൊരു ചരിത്രമാണ്. കാരണം ഒരിക്കൽ പോപ്പ് പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ട ഒരാളെ കർദിനാൾമാർ വീണ്ടും പരിഗണിക്കില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ എന്നിരുന്നാലും രണ്ടാമത്തെ ജോസഫ് റാറ്റ്സിംഗറിന് ശേഷം, അല്ലെങ്കിൽ ബെനഡിക്ട് 16 ശേഷം നടന്ന കോൺക്ലേവിൽ അദ്ദേഹത്തെ കത്തോലിക്ക സഭയുടെ കർദിനാൾമാർ അദ്ദേഹത്തെ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചു. അദ്ദേഹം വളരെ പരിഷ്കരണവാദി